കരുവന്നൂർ കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ വിമർശനം. 4 വർഷമായിട്ടും അന്വേഷണം പൂർത്തിയാക്കാത്തത് എന്തുകൊണ്ടെന്ന് പോലീസിനോട് കോടതി ചോദിച്ചു. കേസ് രേഖകൾ ഇഡി കൊണ്ടുപോയതാണ് അന്വേഷണം വൈകാൻ കാരണമെന്ന് സർക്കാർ മറുപടി നൽകി. അതേസമയം കേസിൽ അന്വേഷണം പൂർത്തിയായതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചു. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, കേസ് രേഖകൾ, പ്രമാണങ്ങൾ തുടങ്ങിയവയൊക്കെ ഇഡി കൊണ്ടുപോയി എന്നുള്ള വിമർശനം ഇതിനു മുൻപും പോലീസ് അല്ലെങ്കിൽ ഭരണപക്ഷം ഒക്കെ ഉന്നയിച്ചിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ എന്ത് മറുപടിയാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്? മാധു ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കേസ് രേഖകൾ ഇഡി കൊണ്ടുപോയിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതെന്നതാണ് അവരുടെ മറുപടി. പക്ഷേ അത് ന്യായമായ ഒരു മറുപടിയാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം 4 വർഷമായി ഈ അന്വേഷണത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടിയും ഇന്ന് കോടതിക്ക് മുൻപാകെ നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ പോലീസിന്റെ കേസിന് പിന്നാലെയാണ് ഇഡി ഇതിലേക്ക് വരുന്നത്. അവരുടെ അന്വേഷണം പൂർത്തിയായി, അവരിന്ന് അക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ മാസം തന്നെ അന്തിമ കുറ്റപത്രം നൽകാൻ പോകുന്നു. ഇതുവരെ അറസ്റ്റ് ചെയ്യേണ്ട പ്രതികളുടെ അറസ്റ്റ് എല്ലാം നടത്തിയതായും അവർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് പോലീസിന്റെ അന്വേഷണം പൂർത്തിയാകാത്തത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് പോലീസിന്റെ കേസിലെ കുറ്റപത്രത്തിലെ വിചാരണയ്ക്ക് ശേഷം മാത്രമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിലെ വിചാരണ നടത്താൻ കഴിയൂ. കാരണം ഈ പോലീസിന്റെ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരുടെ കാര്യത്തിൽ മാത്രമായിരിക്കും ഇഡിയുടെ കുറ്റപത്രം നിലനിൽക്കുക. അതുകൊണ്ട് ആദ്യം പൂർത്തിയാവേണ്ടത് പോലീസിന്റെ അന്വേഷണമാണ്. ഇവിടെ പോലീസ് അന്വേഷണം പൂർത്തിയാകുന്നില്ല, അത് ഇഴഞ്ഞു നീങ്ങുന്നു. അവിടെയാണ് കോടതി ഇന്നൊരു കാര്യം പറഞ്ഞത്, ഈ കേസ് CBIക്ക് വിടേണ്ടി വരും ഇങ്ങനെ പോയാലെന്ന്. എന്തായാലും നാളെ വീണ്ടും കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. നാളത്തെ കോടതിയുടെ നിലപാട് എന്താകുമെന്നത് സർക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ കേസിൽ അന്വേഷണം പൂർത്തിയാകാത്തതിൽ പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം.